ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പിസ്ത ചോക്ലേറ്റ് കുനാഫയാണ്. വളരെ സിമ്പിളാണ്. അത് 2-3-4 മെത്തേഡിൽ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കിയത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയൊരു മെത്തേഡ് കേട്ടോ. ഇനി ഞാൻ ഉണ്ടാക്കിയ മെത്തേഡിന് നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ച് വരുത്തി ഉണ്ടാക്കാം. അപ്പോൾ കുനാഫന്റെ പകരം നമ്മൾ എടുത്തത് ഇവിടെ വേർമിസെല്ലിയാണ്. എൻ്റെ കയ്യിൽ അപ്പോൾ ഇതേ ഉള്ളായിരുന്നു. അപ്പോൾ ഇനി ഇത് കുനാഫയാണെങ്കിലും ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് എടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് പിസ്തയാണ്. ശരിക്കും പിസ്താഷ്യോ ബട്ടറാണ് വേണ്ടത്, പക്ഷെ നമ്മളിവിടെ യൂസ് വെച്ചിട്ടുണ്ടാകും. ഇനി വെർമിസെല്ലി എന്ന് പറയുന്നത് ഞാനിവിടെ കുനാഫ എന്ന് പറയാണ്. അത് കുറച്ച് അൺസാൾട്ടഡ് ബട്ടർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം പിസ്തയും നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ അതും റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം പിന്നെ ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഞാൻ കടിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ച് കുറച്ച് പൊടിച്ചു കേട്ടോ. ചെറിയ കട്ടക്കല് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയത് വേണ്ടായിരുന്നു, കാരണം വെർമിസെല്ലി ഓൾറെഡി കടിക്കണുണ്ട്. അതിന്റെ കൂട്ടത്തിൽ പിസ്ത കടിക്കാനായിട്ട് തോന്നിയിട്ടില്ല. അപ്പൊ നന്നായിട്ട് പൊടിച്ച് പേസ്റ്റ് ആക്കിയാൽ മതിയായിരുന്നു തോന്നി. വൈറ്റ് ചോക്ലേറ്റ് കുറച്ചെടുക്കുക, അതും മെൽറ്റ് ആക്കി എടുത്തു. അതിലേക്ക് ഇതിട്ടിട്ട് മിക്സിയിൽ അടിക്കാവും ഒന്നും കൂടെ ബെറ്റർ. അപ്പോൾ പേസ്റ്റ് ആണ് കേട്ടോ എപ്പോഴും നല്ലത് എന്നാ തോന്നിയത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ. ഇനി ഇതിലേക്ക് എന്തായാലും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കളർ കിട്ടില്ല. അതിന്റെ പകരം ഞാൻ 2 ഡ്രോപ്സ് ജെൽ കളർ ആഡ് ചെയ്തു, ഗ്രീൻ കളർ. ഇനി ഈ വൈറ്റ് കോമ്പൗണ്ടിന്റെ പകരം പിസ്ത കോമ്പൗണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ പിസ്ത കോമ്പൗണ്ട് ആകുമ്പോൾ കളർ ആഡ് ചെയ്യണ്ട കേട്ടോ. അതിൽ തന്നെ ആ ഒരു ഗ്രീൻ കളർ കിട്ടും. പിന്നെ ഈ പിസ്താഷ്യോ ബട്ടർ ഉണ്ടല്ലോ എവിടെയും കിട്ടാനില്ല. അപ്പോൾ ആമസോൺ വഴിയോ ഓൺലൈൻ വഴിയോ ഒക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ നോക്കട്ടോ. അപ്പോൾ ഇതിവിടെ റെഡിയായി. ഇതിലേക്ക് ഇനി വേണമെങ്കിൽ കുറച്ചും കൂടെ വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ട് പേസ്റ്റ് പോലെ ആക്കാം, കാരണം അത് നമുക്ക് ഉള്ളിൽ ഈസി ആയിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിന്റെ ഉള്ളിൽ മിൽക്ക് മേഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. കുറച്ച് അങ്ങനെ ഞാൻ ചോക്ലേറ്റ് മോൾഡ് എടുത്തു. അതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ്, മിൽക്ക് ചോക്ലേറ്റ് പകുതി എടുത്തിട്ട് മെൽറ്റ് ആക്കിയത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാൻ പോവാണ്. ഈ ഒരു ചോക്ലേറ്റ് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. വെറും ഡാർക്ക് എടുക്കരുത്. അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് കൊണ്ടുവന്നത് സെറ്റായി കഴിഞ്ഞ ശേഷം മുകളിലേക്ക് പിസ്ത കുനാഫ ആഡ് ചെയ്തെടുക്കാം. ഇത് എല്ലായിടത്തേക്കും ആക്കി കൊടുക്കട്ടോ. സൈഡിലൂടെ ആക്കി കൊടുക്കുക. ആ ഭാഗത്തും ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റ് നമുക്ക് ഒഴിക്കാനുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ പിസ്ത കുനാഫ പുറത്ത് കാണും. അപ്പൊ എല്ലാ ഭാഗത്തും ഡാർക്ക് ചോക്ലേറ്റ് കാണുമ്പോഴല്ലേ നല്ലൊരു വൃത്തി ഉണ്ടാവുള്ളൂ. കുറച്ച് ലൂസ് ആകാത്ത ടൈപ്പ് ആയതുകൊണ്ട് ഇത് ഫിൽ ചെയ്ത ശേഷം ഞാൻ അപ്പോൾ തന്നെ മുകളിലും ഡാർക്ക് ചോക്ലേറ്റ് ഒഴിച്ച ശേഷം പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ. അപ്പോൾ 2 ടൈമാണ് ഇതിൽ ഫ്രിഡ്ജിൽ വെച്ചത്. കുറച്ച് പേസ്റ്റ് രൂപത്തിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 പ്രാവശ്യം ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. സൈഡ് ഒന്ന് വിട്ടു കൊടുത്തിട്ട് വേണം ഉള്ളിൽ ഏത് ചോക്ലേറ്റ് എങ്ങനെ ഉള്ളിൽ ഫില്ലിങ്സ് കൊടുക്കുകയാണെങ്കിലും ഇങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് മണിക്കൂറിന് ശേഷം പിസ്ത കുനാഫ ചോക്ലേറ്റ് ഇവിടെ റെഡിയായി. അപ്പൊ കഴിച്ചു നോക്കാൻ ഭയങ്കര ആകാംക്ഷയാണ്. ഉള്ളിൽ ആ പച്ചക്കളറും എന്താന്ന് വീഡിയോയിൽ കണ്ടു എന്നല്ലാതെ നമ്മൾ കഴിച്ചിട്ടില്ല. അപ്പോൾ ഭയങ്കര രസമാണ് കാണാൻ. എന്താ പറയാ, കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. കഴിക്കാനും ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. ഇനി നമ്മുടെ പിസ്താഷ്യോ ബട്ടർ ആണെങ്കിൽ ഇതിലേറെ ടേസ്റ്റ് ഉണ്ടാവും തോന്നി. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാവുന്ന ചോക്ലേറ്റ് റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്തത്. താങ്ക് യു ഫോർ വാച്ചിങ്.